ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ തലേന്ന് വല്ല തൊട്ട് നോക്കി. അപ്പോൾ അതവിടെ പതുങ്ങി നിന്നെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് നോക്കി. പിന്നെ എടുക്കാൻ കുറേ സമയം കുടുങ്ങി നിൽക്കുകയാണ്, കിട്ടുന്നില്ല. പിന്നെ അതൊന്നും കൂടെ വായി തുറന്നു തന്ന്. അപ്പോൾ എടുക്കാൻ എളുപ്പമായി. കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഇന്നലെ രാവിലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കി. പിന്നെ ആ റൂട്ടിൽ നിന്ന് കണ്ടിരുന്നു. അന്നേരം എൻ്റെ മുമ്പിൽ മനുഷ്യന്മാർ നിൽക്കുന്ന മാതിരിണ്ട്. രണ്ട് കാലും മുട്ട് കുത്തിയിട്ട് കൈയും കുത്തിയിട്ട് ഇങ്ങനെ കൈ കൂപ്പി വന്ന പോലെ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറ്റി, ഒന്നും ഇങ്ങോട്ട് വാ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേഗം കയറി എൻ്റെ അടുത്തേക്ക് വന്ന്. പിന്നെ തൊടാൻ പറ്റൂല എന്നുള്ളതൊന്നും ഞാൻ അന്നേരം നോക്കിയില്ല. എന്തായാലും അത് കഴുകിയാൽ പോകുന്നതല്ലേ. ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ തലേന്ന് വല്ല തൊട്ട് നോക്കി. അപ്പോൾ അതവിടെ പതുങ്ങി നിന്നെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് നോക്കി. പിന്നെ എടുക്കാൻ കുറേ സമയം കുടുങ്ങി നിൽക്കുകയാണ്, കിട്ടുന്നില്ല. പിന്നെ അതൊന്നും കൂടെ വായി തുറന്നു തന്ന്. അപ്പോൾ എടുക്കാൻ എളുപ്പമായി. അപ്പോൾ ഞാനെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഇന്നലെ രാവിലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കി. പിന്നെ ആ റൂട്ടിൽ നിന്ന് കണ്ടിരുന്നു. അന്നേരം എൻ്റെ മുമ്പിൽ മനുഷ്യന്മാർ നിൽക്കുന്ന മാതിരിണ്ട്. രണ്ട് കാലും മുട്ട് കുത്തിയിട്ട് കൈയും കുത്തിയിട്ട് ഇങ്ങനെ കൈ കൂപ്പി വന്ന പോലെ എൻ്റെ അടുത്തേക്ക് വന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച്. അന്നേരം എൻ്റെ അടുത്തേക്ക് വന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞ ഭക്ഷണം ചോറ് വേണമെങ്കിൽ വാന്നിട്ട് ഇങ്ങോട്ട് വിളിച്ച് ഇവിടെ വന്ന്. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് കണ്ടാലും അടുത്തേക്ക് വരികയാണ്. ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ആയി അത്. കാരണം ഞങ്ങളൊരു ശ്രദ്ധിക്കാത്തൊരു നായ്ക്കളാണ്. ഒരുപാട് നായ്ക്കൾ ഇതിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതും പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, അറിയുന്ന പോലും ഇല്ല ഏതാണെന്നുള്ളത്. ഇപ്പം ഇതിന് ഒരു വാല് മുറിഞ്ഞ നായ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം. പക്ഷെ അതിന് വേഗം അറിയുന്നുണ്ട്. വലിയൊരു നന്മ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വലിയൊരു മെസ്സേജ് തന്നെയാണ് സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടുന്ന് മോള് വീഡിയോ എടുക്കുന്നത്, ഞാൻ പറഞ്ഞ മോളെ വീഡിയോ എടുക്കരുത്, കാരണം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞ മോളെ എടുക്കല്ല എന്നെയെന്ന്. പക്ഷെ ഞാൻ അറിയുന്നില്ല ഇവർ എടുക്കണോ തോന്നും. അപ്പം ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാന്നുള്ള ഇത് മാത്രമേ നോക്കിയുള്ളൂ. നമ്മളെ അയൽവാസി താത്ത തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് ഇങ്ങനെ ഒരു നായ ഉണ്ടായിരുന്നു ഒരു റോട്ടിൽ, അതിൻ്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തായർ ഇങ്ങനെ ഒരാൾ രക്ഷിക്കുന്നുണ്ടോ, അവനെല്ലാ ഇതിനും വിളിച്ചാൽ വരും. ഞാൻ പറഞ്ഞു നമുക്ക് തായറിനോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത്. അപ്പോൾ ഇവർ ഇവിടുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു നായി എന്തോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് അതുതന്നെയാണെന്ന് തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ നായി താഴേക്ക് ഇറങ്ങിപ്പോയി. എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിങ്ങനെ മുഖം വെച്ച് ഒരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് താഴെ പോയി നോക്കട്ടെ, അത് തന്നെയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് നായി കയറി ഇവിടെ വന്നിട്ടുണ്ട്.